കേന്ദ്ര പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി വോട്ടർമാരെ നീക്കി ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തെളിവ് നിരത്തി പുറത്തുവിട്ടത് അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാൻ സാധ്യതയില്ല. കർണാടകയിലെ അലന്ത് സീറ്റിലെ അടക്കം വോട്ടർ പട്ടികയിൽ പേര് വെട്ടപ്പെട്ട കോൺഗ്രസ് അനുഭാവ വോട്ടർമാരെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ അലന്തിലെ വോട്ട് വെട്ടലിന്റെ കാശിടപാടടക്കം കർണാടകയിലെ SIT അതായത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ ആസൂത്രിത നീക്കം നടന്നുവെന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 80 രൂപയ്ക്ക് ഒരു വോട്ടറെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കൊട്ടേഷൻ കൊടുത്തതിന്റെ വിവരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആലന്ത് സീറ്റിൽ വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ഓരോ വ്യാജ പരാതിക്കും ഒരു ഡേറ്റാ സെന്റർ ഓപ്പറേറ്റർക്ക് 80 രൂപ നൽകിയതായാണ് കേസ് അന്വേഷിക്കുന്ന കർണാടക പോലീസ് SIT കണ്ടെത്തിയിരിക്കുന്നത്. 2022 ഡിസംബർ മുതൽ 2023 ഫെബ്രുവരി വരെ ആലന്ത് സീറ്റിൽ ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ പേര് വെട്ടാനുള്ള 6018 അപേക്ഷകൾ ലഭിച്ചുവെന്നാണ് കണക്ക്. അപ്പോൾ 80 രൂപ ഒരു വോട്ടറിന്റെ പേര് വെട്ടുന്നതിന് കണക്കാക്കിയാൽ ആകെ 4.8 ലക്ഷം രൂപയ്ക്കാണ് അലന്തിൽ ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. സെപ്റ്റംബർ 26 അന്വേഷണം ആരംഭിച്ച SIT വ്യാജ അപേക്ഷകൾ സമർപ്പിച്ച സ്ഥലം കൽബുറഗി ജില്ലാ ആസ്ഥാനത്തുള്ള ഒരു ഡേറ്റാ സെന്ററാണെന്ന് കണ്ടെത്തുകയും അതിന്റെ നടത്തിപ്പുകാരൻ മുഹമ്മദ് അഷ്ഫാഖ് എന്ന വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അയാൾ ഇപ്പോൾ ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള അപേക്ഷകൾ നൽകാൻ ഡേറ്റാ സെന്റർ ഓപ്പറേറ്റർമാർ വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടലിൽ എങ്ങനെ കടന്നുകൂടിയെന്നത് ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ബന്ധപ്പെട്ടവരുടെ അറിവില്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപേക്ഷകൾ നൽകിയെന്നത് വലിയ ചോദ്യമാകുമ്പോൾ പുറത്തുവരുന്ന ഉത്തരം രാജ്യത്തെ ഞെട്ടിക്കുമോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണത്തിൽ എടുത്തു പറഞ്ഞ പേരാണ് ആലന്ത് സീറ്റ്. ഇത്രയെല്ലാം സംഘടിതമായി പയറ്റിയിട്ടും പക്ഷേ BJP സ്ഥാനാർത്ഥിക്ക് 2023 അലന്തിൽ ജയിക്കാനായില്ല. കോൺഗ്രസിന്റെ BR പാട്ടീലിനോട് പരാജയപ്പെട്ട BJP നേതാവ് സുബേഷ് ഗുട്ടേദാറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പണയിടപാട് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച SIT റെയ്ഡും നടത്തിയിട്ടുണ്ട്.